ഹലോ ഗായ്സ്, ഇന്ന് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ആയിരുന്നു. ഞാൻ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തു, പിന്നെ മിഡ് ക്യാപ്പിലാണ് എടുത്തത്. മിഡ് ക്യാപ്പിലത്തെ ട്രേഡ് ഹോൾഡിംഗ് ആണ്, BTC ട്രേഡാണ്. നമ്മൾ അടുത്ത ദിവസമാണ് എക്സിറ്റ് അടിക്കുകയുള്ളൂ. നല്ലൊരു അപ് ട്രെൻഡ് എക്സ്പെക്റ്റേഷനിലാണ് മിഡ് ക്യാപ്പിലെടുത്ത്. ജസ്റ്റ് 2 ലോട്ടാണ് മിഡ് ക്യാപ്പിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 10,000 ഹോൾഡിംഗ് ആണ്. അത് പ്രോഫിറ്റാണ്. നമ്മൾ എടുത്തിട്ട് കുറേ നേരം, നമ്മൾ അടുത്ത 1 മണിയാകുമ്പോഴാണ് മിഡ് ക്യാപ്പിലെടുത്തത്. ഹോൾഡ് ചെയ്യാൻ കൊണ്ട് തന്നെ എടുത്തത്, അതുകൊണ്ട് ഹോൾഡിംഗ് തന്നെയാണ്. നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തു. ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് അടിക്കേണ്ടി വന്നു. സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന മുമ്പ് ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല പൊസിഷൻ തന്നെയായിരുന്നു എൻട്രി. എക്സിറ്റും നല്ല പൊസിഷൻ തന്നെ ആയിരുന്നു. ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ലോസിൽ ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവുമായിരുന്നു. അങ്ങനത്തെ ഒരു എൻട്രി ആയിരുന്നു. ഇത് എൻട്രി എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 10-15 ആവറേജ് ചെയ്യണം. ഓവറോൾ ലാസ്റ്റിൽ 8 ക്വാണ്ടിറ്റിയോളം ഞാൻ ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നിയറസ്റ്റ് ഇന്നുമണിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 22,650. കുഴപ്പമില്ലാത്തൊരു പ്രൈസായിരുന്നു എൻട്രി എടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പൊസിഷനാണ് എൻട്രി എടുത്തത്. ജസ്റ്റ് ഈ ഒരു പൊസിഷന് ഇവിടെ നിന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. ഒരു ചെറിയ, അതായത് ഓപ്പണിംഗ് റേഞ്ച് ലോയിലേക്ക് വന്ന് ടച്ച് ചെയ്തു. മൂവ്മെൻറ്റ്സ് മേലോട്ടേക്ക് വന്നു. വീണ്ടും ഒരു റീട്രേസ്മെൻറ്റിനായിട്ട് അതായത് CPR റേഞ്ചിൽ വന്ന് ടച്ച് ചെയ്തു. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ജസ്റ്റ് ഇത്രയും നമ്മൾ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയില്ല. കുറച്ച് നേരം ഹോൾഡായി. അതിൻ്റെ ഇടയിൽ നമ്മൾ ആവറേജ് ചെയ്തു. ടോട്ടൽ 8 ലോട്ടോളം ആവറേജ് ചെയ്തു നല്ലൊരു പൊസിഷൻ നോക്കിയിട്ട്. എന്നിട്ട് കുറേ നമുക്ക് പ്രോഫിറ്റ് വന്നതാണ്. ഒരു 5K അടുത്തൊക്കെ പ്രോഫിറ്റ് വന്നതാണ് ഈ ഒരു മൊമെൻറ്റ്സിലൊക്കെ. 5K പ്രോഫിറ്റ് വന്നതാണ്. ബട്ട് ഞാൻ എക്സിറ്റ് അടിച്ചില്ല. എന്നിട്ട് ജസ്റ്റ് അവിടെ നിന്ന് തിരിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്യാമ്പിൽ തന്നെ എക്സിറ്റ് അടിച്ചു. കൃത്യം എക്സിറ്റ് അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് എനിക്ക് ഫീലായി. കാരണം ബാങ്ക് നിഫ്റ്റിയും ഒരു നല്ല പൊസിഷനായിരുന്നു. ഓൾ ടൈം ഹൈയിലായിരുന്നു ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. ഇതിൽ ഞാൻ എൻട്രി എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു പൊസിഷനാണ്. അതായത് 22,690 നല്ല പൊസിഷൻ തന്നെയായിരുന്നു. CPR റേഞ്ചാണ്. അതിനേക്കാളും താഴോട്ടേക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റത്തില്ല. അതിനാണെങ്കിൽ നമ്മൾ റിസ്ക് റേഷ്യോ ഒക്കെ തെറ്റും. നല്ലൊരു ഓവറോൾ പോവുകയാണെങ്കിൽ ഇത് ഈ പൊസിഷൻ വരെ പോകുള്ളൂ. ഇതിൻ്റെ താഴോട്ട് വന്നാൽ വീണ്ടും താഴോട്ട് വരുന്നതിന് എൻ്റെ എക്സ്പെക്റ്റേഷൻ പിവറ്റ് ആയതുകൊണ്ട് കൺസോൾട്ടേഷനിൽ ഞാൻ സെക്കൻഡിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് എടുക്കാതിരുന്നത്. ഇവിടെ നിന്ന് എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് ആയി. ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നൊരു ഫീൽ വന്നു. പിന്നെ അപ്പം തന്നെ അടിച്ചു, എക്സിറ്റ് അടിച്ചു. 8 ലോട്ടുണ്ടായതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ്, ഒരു ആവറേജ് ഒരു 78 ആയിരുന്നു. ജസ്റ്റ് നമ്മളൊരു 82 എക്സിറ്റ് അടിച്ചു. അങ്ങനെ ട്രേഡിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വളരെ ചെറിയ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ചെറുതായിരുന്നു. അത് പിന്നീട് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് ആയേനെ. ബട്ട് കാര്യമില്ല. പിന്നെ ഉണ്ടായിരുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിലായിരുന്നു. അതും മിഡ് ക്യാപ്പിലും കുഴപ്പമില്ലാത്ത ട്രേഡ് തന്നെയായിരുന്നു. ജസ്റ്റ് മിഡ് ക്യാപ്പ് നല്ലൊരു അപ്പ് ട്രെൻഡ് തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പ് ട്രെൻഡ് കണ്ടെടുത്താണ് നാളത്തേക്ക് ഹോൾഡ് ചെയ്യാൻ കൊണ്ട് തന്നെ എടുത്തത്. മിഡ് ക്യാപ്പിൽ എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ് മിഡ് ക്യാപ്പ് എടുത്തത്. ഇവിടുന്ന് മേലോട്ട് പോകുന്ന വെച്ചിട്ട് ഞാനത് സ്റ്റോപ്പ് ലോസ് നോർമലി വെച്ചിട്ടില്ല. ഒരുപാട് താഴോട്ട് വരികയാണെങ്കിൽ 2 ലോട്ടുള്ളൂ. കുറച്ച് ലോസ് വരികയാണെങ്കിൽ അഫക്റ്റ് ആയിട്ടാണ് കൊണ്ടിരുന്നത്. ബട്ട് വന്നില്ല. കൃത്യമായിട്ടത് മേലോട്ട് തന്നെ പോയി. നമുക്കത് ഏറെക്കുറെ ആ ഒരു ട്രേഡിൽ ഒരു 3K പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ. ബട്ട് നമ്മൾ 3K എക്സിറ്റ് അടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തുകൊണ്ട് ഞാൻ എക്സിറ്റ് അടിക്കാണ്ട് വെച്ചത്. മിഡ് ക്യാപ്പിൽ ഞാൻ കുറേ ട്രേഡ് എടുത്തിട്ട് മിഡ് ക്യാപ്പ് ഞാൻ ഇപ്പോൾ ആദ്യം എടുക്കുമ്പോൾ തൊട്ട് എനിക്ക് ലോസാണ്. അപ്പോൾ ഞാൻ കുറച്ച് മിഡ് ക്യാപ്പ് ഒഴിവാക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം എടുത്തു. പിന്നെ ഇന്നാണ് എടുത്തത്. ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലാത്തൊരു ഇൻഡെക്സാണ്. മിഡ് ക്യാപ്പ് നല്ല പ്രോഫിറ്റ് കിട്ടും. നല്ലൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൂവ്മെൻറ്റ്സ് നാളെ ഒരു ക്യാപ്പ് അപ്പിന് ചാൻസ് ഉണ്ട്. മിഡ് ക്യാപ്പിൽ ഓൾറെഡി അപ്പ് ട്രെൻഡാണ്. ഹോൾഡ് ചെയ്യാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ബ്രേക്ക് ഔട്ട്സ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഹൈയും ബ്രേക്ക് ചെയ്ത് മേലോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് വീണ്ടും ഒന്ന് മേലോട്ടേക്ക് പോകുമെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ടാണ് ഞാൻ എൻട്രി എടുത്തത്. ഓവറോൾ മിഡ് ക്യാപ്പിൻ്റെ കാര്യം അങ്ങനെയാണ്. ബട്ട് നാളെ തന്നെ എക്സിറ്റ് അടിക്കും, ഹോൾഡ് ചെയ്യത്തില്ല. നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പിലാണെങ്കിലും ഗ്യാപ്പ് ഡൗണിലാണെങ്കിലും ലോസിലാണെങ്കിലും എക്സിറ്റ് അടിക്കും. ജസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ ഞാൻ എന്തായാലും എക്സിറ്റ് അടിക്കും. മിക്കവാറും ഓപ്പൺ ചെയ്ത് എക്സിറ്റ് അടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം ചിലപ്പോൾ താഴോട്ട് വരാനും ചാൻസ് ഉണ്ട്. 11,000 മേലെ നിൽക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിക്ക് റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. അപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്.
നമ്മൾ അസെപ്റ്റാണ്. നമുക്ക് ലോസ് വരികയാണെങ്കിൽ പ്രോഫിറ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ട്രേഡാണ്. എനിക്കൊരു വ്യൂ ഉണ്ട്. ആ വ്യൂവിൻ്റെ പുറത്ത് എന്തായാലും എൻട്രി എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ എൻട്രി എടുത്തത്. കുഴപ്പമില്ലാത്ത എൻട്രി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു പൊസിഷൻ ഉണ്ടാകുമ്പോഴാണ് ഞാൻ നിഫ്റ്റിയിൽ എക്സിറ്റ് അടിച്ചത്. ഇവിടെ നിന്ന് വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം ഒരു താഴോട്ട് വരുന്നൊരു സിറ്റുവേഷൻ ആണെന്ന് കണ്ടപ്പോഴാണ് നിഫ്റ്റിയിൽ ഞാൻ എക്സിറ്റ് അടിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും, അതായത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. നല്ലൊരു പാറ്റേൺ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. മേലോട്ട് പോയി ഒരു പാറ്റേൺ പോലെ ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് ബ്രേക്കൗട്ട്സ് വന്നു. പക്ഷേ അതിനനുസരിച്ച് ഒരു മൂവ്മെൻറ്റ്സ് വന്നില്ല. പിന്നീട് നല്ല രീതിക്ക് മേലോട്ട് പോയി. പിന്നെ അവസാന സമയമാണ് താഴോട്ട് വന്ന്. അതിന് വലിയൊരു പ്രീമിയം ഹൈപ്പ് ഉണ്ടാകത്തില്ല അവസാന സമയം വന്നതിന്. മേലോട്ട് പോയതിനുണ്ട്, പക്ഷേ താഴോട്ട് വന്നതിന് അത്രയ്ക്കില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. പക്ഷേ ബാക്കി അത് ഹോൾഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മിഡ് ക്യാപ്പിൽ പ്രോഫിറ്റ് കാണേണ്ടത് അത് ഹോൾഡിംഗ് ആണ്. ചിലപ്പോൾ അത് നാളെ ഓപ്പണിംഗ് ആകുമ്പോൾ അത് ലോസിലേക്ക് വരാം. അത് നമ്മുടെ കയ്യിലല്ല. ഹോൾഡ് ചെയ്യുന്ന സാധനം നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഹോൾഡ് ചെയ്യുന്ന റിസ്ക്കാണ് BTC ട്രേഡ് എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ ബാധിക്കാത്ത റിസ്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ലോട്ട് എടുത്തിട്ടുള്ളൂ. ഇന്റർമണിയാണ് ജസ്റ്റ്. ബട്ട് കുഴപ്പമില്ലാത്ത പൊസിഷനാണെന്ന് വിചാരിക്കുന്നു. ഒരു അപ്പ് ട്രെൻഡിന് ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് നാളെ നോക്കാം. പിന്നെ ഇന്നെടുത്ത ട്രേഡും അത്യാവശ്യം പ്ലാൻഡ് ട്രേഡ് തന്നെയായിരുന്നു. മിഡ് ക്യാപ്പ് ഞാൻ ഹോൾഡ് ചെയ്യാന്ന് കൊണ്ട് തന്നെ എടുത്തത്. കുറച്ച് താഴോട്ട് വന്നാലും 2 ദിവസം കൊണ്ട് എക്സ്പയറിക്ക്, അപ്പോൾ അധികം ടൈം ടേക്ക് അടിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് എടുത്ത്. നിഫ്റ്റിയും അത്യാവശ്യം കൃത്യമായിട്ട് പ്ലാനിലെടുത്തത്. എക്സിറ്റ് നല്ല പൊസിഷനിൽ തന്നെയായിരുന്നു. അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നൊരു ചാൻസ് കണ്ടപ്പോൾ എക്സിറ്റ് അടിച്ചു. കൃത്യമായ പ്ലാനോടെ തന്നെയാണ് ഇന്നത്തെ ട്രേഡും. അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയ ട്രേഡാണ്. എന്നും ക്ലിയറാണ്. നമ്മളൊരു പാനിക്കാകുന്ന പോലെയോ അതോ ഇമോഷണൽ സ്റ്റെബിലിറ്റി വിട്ടുപോകുന്ന പോലത്തെ ട്രേഡല്ല. കൃത്യം ട്രേഡാണ് ഇന്നത്തെ ട്രേഡും. ചെറിയ പ്രോഫിറ്റ് ഉള്ളൂ എന്നുള്ളൂ. അതിന് നല്ലൊരു മൊമെൻറ്റ്സും മാർക്കറ്റിലില്ല. നല്ല മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയേനെ. പിന്നെ നമ്മൾ നല്ല ലോണിനെടുത്ത് കൃത്യം പൊസിഷനിൽ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാമായിരുന്നു. ബട്ട് അതിൽ കാര്യമില്ല. വീണ്ടും നമുക്ക് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഉണ്ടായിരുന്നു നിഫ്റ്റിയിലൊക്കെ. പക്ഷേ ഒരുപാട് നേരം കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടത്. ഒരുപാട് നേരം അധികം മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല എന്നൊരു എക്സ്പെക്റ്റേഷൻ ആദ്യമേ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ ഞാൻ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ എടുക്കുന്നില്ല എന്ന് വെച്ച് അങ്ങനെയാണ് മിഡ് ക്യാപ്പ് കയറി എടുത്തത്. എന്തായാലും കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. ഇനിയിപ്പോൾ നാളെ നമുക്ക് ഹോളിഡേ ആണ്. ഇനി ഫ്രൈഡേ ഉള്ളത്. നമുക്ക് ഫ്രൈഡേ നമുക്ക് ഇനി ട്രേഡ് എടുക്കാം. ഹോൾഡ് ചെയ്ത് മിഡ് ക്യാപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.